ഖുർആൻ പരമ്പരയിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം. 52 വാക്യങ്ങളുള്ള ഈ അധ്യായവും മക്കയിൽ മുഹമ്മദ് അവസാന കാലത്ത് മദീനയിലേക്ക് പോകാൻ ഒരുക്കങ്ങൾ കൂട്ടുന്നതിനിടയിൽ അവസാനമായിട്ട് മക്കക്കാരോട് പറയാനുള്ള കാര്യങ്ങൾ പിന്നെയും പഴയതുപോലെ തന്നെ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇബ്രാഹിം എന്നാണ് ഈ അധ്യായത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. അധ്യായത്തിൻ്റെ പേരും അധ്യായത്തിൻ്റെ ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധം ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കോമഡിയാണ്. ഖുർആനിലെ ഓരോ അധ്യായവും അതിൻ്റെ തലക്കെട്ട് നോക്കിയിട്ട് നമ്മൾ അതിനകത്തുള്ള വിഷയം നോക്കാൻ പോയി കഴിഞ്ഞാൽ തലക്കെട്ടും അധ്യായവും തമ്മിലൊരു ബന്ധവുമില്ല എന്നാണ് മനസ്സിലാവുക. ഇനി ഇബ്രാഹീമിനെ കുറിച്ച് ഖുർആനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി ആരെങ്കിലും ഈ അധ്യായം എടുത്ത് മറിച്ച് നോക്കിയാൽ അവർ ഇബ്രാഹീമിനെ കുറിച്ച് യാതൊരു വിവരവും ഇതിൽ നിന്നും കണ്ടെത്തുകയില്ല. കാരണം ഇബ്രാഹീമിനെ കുറിച്ച് ഖുർആനിൽ 25 അധ്യായങ്ങളിലായിട്ടാണ് പൊട്ടും പൊടിയും പരത്തി പറഞ്ഞിട്ടുള്ളത്. ആ 25 അധ്യായങ്ങളിൽ നിന്നും ഇബ്രാഹീമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ വാരിക്കൂട്ടിയൊരു സ്ഥലത്ത് നിരത്തി വെച്ചാൽ മാത്രമേ ഇബ്രാഹീമിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് പിന്നെ ഇബ്രാഹീമിൻ്റെ കഥ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിലെ ആവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ച് അതിനെ നമ്മൾ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ട് ഒരു കഥാരൂപത്തിലാക്കി മാറ്റിയിട്ട് നോക്കണം. അങ്ങനെ നമ്മൾ നോക്കിയാൽ പോലും ഇബ്രാഹീമിൻ്റെ കഥ പൂർണ്ണമായിട്ടും ഈ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ നമ്മൾ ഇബ്രാഹീമിൻ്റെ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ വേറെ കഥാപുസ്തകങ്ങൾ തേടിപ്പോണം, ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ തേടിപ്പോണം, മറ്റ് കഥാപുസ്തകങ്ങളിലൂടെ കടന്നു പോകണം. ഇതാണ് ഖുർആനിലെ ഓരോ വിഷയങ്ങളുടെയും അവസ്ഥ. ഒരു ദൈവം മനുഷ്യന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ച ഒരു പുസ്തകം ഇത്രയും വികലമായിട്ട് എങ്ങനെയാണ് സംവിധാനം ചെയ്തത് എന്നത് അത്ഭുതകരമാണ്. ഖുർആനിലെ ഏറ്റവും വലിയ അത്ഭുതം അത് തന്നെയാണ്. ഒരു പുസ്തകം എങ്ങനെ ആയിക്കൂടാ എന്നതിന് ഇതിലും നല്ലൊരു ഉദാഹരണം ലോകത്ത് വേറൊരു പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതാണ് ഖുർആൻ്റെ ഒരു ഭാഷാപരവും ആശയപരവുമായിട്ടുള്ള കോമഡി. ഈ അബ്രഹാമിൻ്റെ കഥ ബൈബിളിൽ നിന്നും ബൈബിളിൻ്റെ അനുബന്ധമായിട്ടുള്ള താൽമൂദ് അതുപോലെയുള്ള ജൂതകഥകളിൽ നിന്നുമാണ് മുഹമ്മദ് കോപ്പി അടിച്ചിട്ടുള്ളത്. പതിവ് പോലെ ഈ കോപ്പി അടിക്കുമ്പോൾ മുഹമ്മദിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിനകത്ത് യാതൊരു ലോജിക്കും ഇല്ലാത്ത, യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് അബ്രഹാമിൻ്റെ കഥയെ മുഹമ്മദ് മക്കയിലെ കായബയുമായിട്ടൊക്കെ കൂട്ടിക്കുവച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായി നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ചരിത്രപരമായി നോക്കിയാൽ എന്തായാലും അസാധ്യമാണ് എന്നറിയാം. ഭൂമിശാസ്ത്രപരമായി പോലും നോക്കിയാൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അബ്രഹാമിനെ കൊണ്ടുവന്നിട്ട് മക്കയിലെ കാബ ഉണ്ടാക്കിയ ആളായിട്ട് അവതരിപ്പിക്കുന്നു. ആയിരക്കണക്കിന് മൈൽ അപ്പുറത്ത് ശാമിൽ ഉണ്ടായിരുന്ന അബ്രഹാം വയസ്സാങ്കാലത്ത് വയസ്സായ തൻ്റെ ഭാര്യയെയും കൂട്ടി മകനെയും കൂട്ടിയിട്ട് ഈ ജനവാസമില്ലാത്ത ഒരു വഴി പോലും ഇല്ലാത്ത ഈ മരുഭൂമി താണ്ടി മക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു എന്നും അവിടെ ആളും മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് ഒരു രണ്ടാളും കൂടെ കൂടിയിട്ട് ഒരു അമ്പലം പണിതിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ തലച്ചോറിനെയും യുക്തിബോധത്തെയും സമ്പൂർണ്ണമായിട്ട് മരവിപ്പിച്ച് കെട്ടിവെച്ചതിന് ശേഷം മാത്രം ഈ വിശ്വാസത്തിൽ കമഴ്ന്ന് കടന്നുകൊണ്ട് മാത്രം ഇത് വിഴുങ്ങുന്നവർക്കേ കഴിയുള്ളൂ. അത്രയും യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്, അത്രയും ചരിത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇബ്രാഹിമിൻ്റെ കഥ വിവരിക്കാൻ എന്തായാലും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഇബ്രാഹിമിൻ്റെ കഥ ഈ അധ്യായത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. അതിൻ്റെ ചില പരാമർശങ്ങൾ മാത്രമേ എവിടെയോ പറഞ്ഞു പോകുന്നുണ്ട്. അതും മറ്റ് കഥകൾ, പൂർവ്വകഥകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പരാമർശിച്ചു പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ആ പേരെടുത്തിട്ട് അധ്യായത്തിന് കൊടുത്തിരിക്കുകയാണ്. അധ്യായത്തിൽ പുതിയതായിട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്കും പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ല, പറയേണ്ടതുമില്ല. മക്കയിൽ അവസാന കാലത്ത് മക്കക്കാരോട് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നേരിട്ട് പറയുന്നതിന് പകരം പിന്നെയും അവരെ കുത്തിപ്പറയുന്ന, ചൊറിയുന്ന തരത്തിൽ പൂർവ്വകഥകൾ പറഞ്ഞുകൊണ്ട് മക്കയിൽ നിന്ന് തടിയെടുക്കാനുള്ള ശ്രമം, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ വായിക്കാം. അലിഫ് ലാം റാ.
ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അതായത് പ്രതാപശാലിയും സ്തുത്യർഹനും ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുമതിയോടെ ജനങ്ങളെ നയിക്കേണ്ടതിനായി താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥമാണിത്. സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷ മൂലം വമ്പിച്ച നാശം തന്നെ. ഇത് ആദ്യത്തെ 2 വാക്യങ്ങൾ ചേർത്ത് ഒരർത്ഥമുണ്ടാകാവുന്ന രീതിയിൽ ഗ്രാമറൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു പരിഭാഷയാണ്. യഥാർത്ഥ പരിഭാഷ ഇത്രയൊന്നും പൂർണ്ണത കിട്ടുന്നതല്ല. യാതൊരു തലയും പാലും ഇല്ലാതെ കുറേ വാക്കുകൾ ചേർത്ത് പറഞ്ഞ 2 വാക്യങ്ങളാണ്. അതിനെ ക്രമപ്പെടുത്തി ഒരു വാക്യമാക്കി മാറ്റിയിരിക്കുകയാണ് പരിഭാഷകർ. ഈ പരിഭാഷകർക്കുള്ള അത്ര ഭാഷാ പരിജ്ഞാനം പോലും ഇത് ഇറക്കിക്കൊടുത്ത പടച്ചോനുണ്ടായിരുന്നില്ല എന്നാണ് ഖുർആനിലെ പല വാക്യങ്ങൾ വായിച്ചാലും നമുക്ക് മനസ്സിലാവുക. ചില ആളുകൾ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ പരിഭാഷ വായിച്ചിട്ടാണ് കുഴപ്പം, നിങ്ങൾ അറബി പഠിക്കാഞ്ഞിട്ടാണ് കുഴപ്പം എന്നൊക്കെ പറയാറുണ്ട്. അറബി പഠിച്ച് പരിഭാഷ വായിക്കാതെ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഈ പരിഭാഷ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന അത്ര പോലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള യാതൊരു ഗ്രാമറും പൂർണ്ണതയും ഇതിലില്ല എന്നുള്ളതാണ് അറബി ഭാഷ പഠിച്ച ആളുകൾ തന്നെ പരിഭാഷപ്പെടുത്തിയതിൻ്റെ കോലം കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള 3 പരിഭാഷ, മലയാളത്തിലുള്ള 3 പരിഭാഷയും നമ്മൾ എടുത്ത് നോക്കിയാൽ ആ 3ലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വാചകങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. ആശയം ഏതാണ്ടൊക്കെ ഒരുപോലെയാണെങ്കിലും വാചക ക്രമീകരണം വളരെ വ്യത്യസ്തമാണ്. കാരണം ആ ക്രമീകരണം പോലും ഈ ഖുർആനിൽ പറയുന്ന വാക്യഘടനകളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അലിഫ്, ലാം, റാ, എ, എൽ, ആർ എന്ന അക്ഷരങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ്. എത്രയോ തവണ അള്ളാഹു സത്യം ചെയ്തതാണ്, ഈ കിതാബ് ഞാൻ കൊടുത്തയച്ചതാണ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, ഈ കിതാബ് ഞാൻ കൊടുത്തയച്ചതാണ്. എന്തിനാണ് കൊടുത്തയച്ചിരിക്കുന്നത്? ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സർവപ്രതാപശാലിയായ അള്ളാഹു കൊടുത്തയച്ചതാണ് ഇത് എന്ന് അള്ളാഹു തന്നെ സത്യം ചെയ്ത് പറയുകയാണ്. അതിൻ്റെ കൂടെ വൈലുല്ലിൽ കാഫിരീന മിൻ അദാബിൻ ഷദീദ്, അതികഠിനമായ ശിക്ഷ കാഫിറുകൾക്ക് എന്നും പറഞ്ഞിട്ടൊരു ഭീഷണിയും കൂടെ അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ അധ്യായത്തിൻ്റെ തുടക്കം. ഇത് തന്നെയാണ് 13 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. 3. ഐഹിക ജീവിതത്തെ പാരത്രിക ജീവിതത്തെക്കാൾ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ആ മാർഗത്തെ വളച്ചൊടിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരാണവർ. അവർ വിദൂരമായ വഴികേടിലാകുന്നു. മക്കക്കാരെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ മുമ്പിൽ തൻ്റെ പരിപ്പ് വേവില്ല എന്ന് മനസ്സിലായപ്പോൾ അവർക്കിട്ട് ചൊറിഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ കുറ്റപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് പോവുക, അത്രയേ ഉള്ളൂ. ഇവിടെ മക്കക്കാരെക്കുറിച്ച് പറയുന്ന ഒരു വലിയ കുറ്റം, അവർ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു, പാരത്രിക ജീവിതത്തിൽ പരലോക ജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മുഹമ്മദ് അവിടെ ഐഹിക ജീവിതത്തിൽ മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തക്ക യാതൊരു ദൃഷ്ടാന്തവും കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ ഐഹിക ജീവിതത്തിൽ മുഹമ്മദിനേക്കാളും മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരെക്കാളും ഒക്കെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നത് മക്കയിലുള്ള മറ്റാളുകൾ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് മുഹമ്മദ് അതുവരെ അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഭീഷണികളെല്ലാം അവരുടെ മുമ്പിൽ കോമഡി മാത്രമായിരുന്നു. അതുകൊണ്ട് അവരതിനെ പറഞ്ഞൊക്കെ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദിനെ കളിയാക്കി. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ ജീവിതമാണ് പ്രധാനം, പരലോകത്തെ ജീവിതം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് അവരെ ചീത്ത പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. അത് ബോധ്യപ്പെടാൻ തക്ക യാതൊരു തെളിവും മുഹമ്മദ് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതിന് മറുപടി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പരലോക ജീവിതം ആണ് പ്രധാനമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇസ്ലാം എന്ന ഈ ഒരു മതം മനുഷ്യരാശിയുടെ മുമ്പിൽ വെച്ച ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരാശയം ഇസ്ലാമിൽ വന്നു പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഈ ലോകത്തെ ജീവിതത്തിന് നമ്മൾ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാൻ പാടില്ല. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ ചതിക്കാനുണ്ടാക്കി വെച്ച വിഭവങ്ങളാണ്. ഇത് വെറും പരീക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടെ സന്തോഷിക്കാനും സുഖിക്കാനും വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പ്രകൃതിയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ വിഭവങ്ങളും നമ്മളെ ചതിക്കാനുണ്ടാക്കി വെച്ചതായതുകൊണ്ട് അതിലേക്കൊന്നും ചായാതെ നമ്മൾ പരലോകം പറഞ്ഞുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതവും പറഞ്ഞുകൊണ്ട് നമ്മൾ മുഹമ്മദ് പറയുന്നത് പോലെയുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കും യുദ്ധത്തിനും വേണ്ടി പോവണം എന്നാണ്
ഈ മതം അവസാനം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. യുദ്ധത്തിന് പോയി ചാവുന്നതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇഹലോക ജീവിതം പ്രധാനമല്ല എന്നും പരലോക ജീവിതമാണ് ശാശ്വതം എന്നുമുള്ള ആശയം മുഹമ്മദ് കൊണ്ടുവരുന്നത്. അത് ഈ മതം വിശ്വസിക്കുന്ന മനുഷ്യരെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ നിന്ന് അകറ്റുകയും പുരോഗതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. മതം മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റും അതുതന്നെയാണ്. മുസ്ലിം സമൂഹത്തെ ഭൗതികമായിട്ടുള്ള എല്ലാ പുരോഗതിയിൽ നിന്ന്, വിദ്യാഭ്യാസമടക്കമുള്ള ധാർമ്മികമായ പുരോഗതി അടക്കമുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും പുറകോട്ട് നയിക്കുകയും അവരെ വെറും ഒരു അന്ധവിശ്വാസി കൂട്ടമായിട്ട് കുറേ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മൂക്കുകുത്തി കിടക്കുന്ന ഒരു ജനതയാക്കിയിട്ട് അധപ്പതിപ്പിക്കുകയും ചെയ്തതിൻ്റെ താത്വികമായിട്ടുള്ള പ്രധാന കാരണം മുഹമ്മദ് മുന്നോട്ട് വെച്ച ഈ ഒരു ആശയമാണ്. അതേസമയത്ത് ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ കഥയിൽ അങ്ങനെയല്ല. ഇപ്പോൾ ജൂതന്മാരുടെ കഥയിൽ ജൂതന്മാർക്ക് പരലോകത്ത് എന്തോ ആനമിഠായി കൊടുക്കുമെന്നല്ല പറയുന്നത്, മറിച്ച് ഇഹലോകത്ത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരാം എന്ന ഓഫർ പറഞ്ഞുകൊണ്ടാണ് ആ കഥയിൽ ജൂതന്മാരെ അവരുടെ ദൈവം അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ജൂതർ എവിടെ ചെന്നാലും ഭൗതിക പുരോഗതി നേടുന്നതിൽ മറ്റാരെക്കാളും മുന്നിൽ നിൽക്കുന്നത്. കാരണം അവർക്ക് പരലോകമല്ല, ഇഹലോകത്തെ ജീവിതമാണ് ദൈവം തന്നെ ഓഫർ ചെയ്യുന്നത്. ഇവിടെ ദൈവം ഓഫർ ചെയ്യുന്നത് ഇഹലോകത്തെ ജീവിതം അല്ലാന്ന് മാത്രമല്ല, ഇഹലോകത്ത് ജീവിക്കാൻ വേണ്ടിയല്ല ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം നിങ്ങളെ ചതിക്കാനുണ്ടാക്കി വെച്ചതാണ്. നിങ്ങൾ അതുകൊണ്ട് ഈ ദൈവത്തിന് വേണ്ടിയിട്ട് വാളെടുത്ത് പോയി വെട്ടി കൊല്ലുകയോ ചാവുകയോ ചെയ്യുകയാണ് വേണ്ടത് എന്ന വളരെ പ്രതിലോമപരവും മനുഷ്യത്വ വിരുദ്ധവുമായിട്ടുള്ള ആശയമാണ് ഈ മതം പഠിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജീവിതത്തിൻ്റെ ദർശനമല്ല ഇത്, മരണത്തിൻ്റെ ദർശനമാണ് എന്ന മട്ടിൽ കഥ പറഞ്ഞു പോകുന്നത്. ഇതുതന്നെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ മതമുണ്ടാക്കിയത് ഒരിക്കലും സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് ചോരപ്പുഴ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പൈശാചിക മനസ്സുള്ള ആരോ ആണ് ഈ പുസ്തകം രചിച്ചത് എന്ന് നമ്മൾ പറയുന്നത്. അതാരാണെന്നുള്ളത് നമ്മുടെ സാമാന്യ യുക്തിക്ക് വിട്ടുകൊടുക്കേണ്ട വിഷയമാണ്. 4-ാമത്തെ വാക്യം, യാതൊരു റസൂലിനെയും അദ്ദേഹം തൻ്റെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുവാനായി അവരുടെ ഭാഷയിലല്ലാതെ നാം അയച്ചിട്ടില്ല. അങ്ങനെ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴി പിഴപ്പിക്കുകയും ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അവൻ പ്രതാപശാലിയും മികച്ച തന്ത്രജ്ഞനുമാകുന്നു. ഇവിടെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരം ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല, അങ്ങേയറ്റം വൃത്തികെട്ട ഒരു ദർശനം. ദൈവം എന്ന് പറയുന്ന ആ കഥാപാത്രം തന്നെ ഡബിൾ റോൾ അഭിനയിക്കുന്ന, അയാൾ തന്നെ പിശാചായി വേഷം കെട്ടി വരുന്ന അങ്ങേയറ്റം വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു ദർശനമാണ് ഇതിൽ നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു മണ്ടത്തരം, മനുഷ്യന് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു യുക്തിപരമായ മണ്ടത്തരവും ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മക്കക്കാർ മുഹമ്മദിനോട് ചോദിച്ച യുക്തിപരമായ ഒരു ചോദ്യത്തിനുള്ള, തുടർച്ചയായിട്ട് ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലക്ക് മുമ്പ് പറഞ്ഞതിൻ്റെ ആവർത്തനം തന്നെയാണ്. എന്താ അവർ ചോദിച്ചത്? ഈ ദൈവം എന്ന് പറയുന്ന ആൾ എന്തിനാണ് അറബി ഭാഷയിൽ ഒരു കിതാബ് ഇറക്കുന്നത് എന്ന ചോദ്യം. അറബികളായ അവർ പോലും അത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആ അറബികളുടെ ഒരു യുക്തിബോധമൊക്കെ എത്ര വലുതാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സത്യത്തിൽ അവരത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഭാഷയിൽ അവരോട് ദൈവം സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവർ ദൈവത്തെ അവരുടെ ദൈവമായിട്ട് കാണുകയാണ് വേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ദൈവത്തെ കുറച്ചും കൂടെ വിശാലമായി കാണാൻ കഴിയുന്നവരായിരുന്നു അന്നത്തെ അറബികൾ എന്നതുകൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിച്ചത്. എന്തിനാണ് ഈ അറബി ഭാഷയിൽ ദൈവം കിതാബ് കൊടുത്തയക്കുന്നത്? അത് ഒടുക്കത്തെ കിതാബ്, അതും ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയുള്ള കിതാബ് എന്നൊക്കെ തള്ളിക്കൊണ്ടുള്ള ഒരു പുസ്തകം എങ്ങനെയാണ് ഒരു പ്രാദേശിക ഭാഷയായ അറബിയിൽ വരിക എന്ന ചോദ്യം വളരെ ന്യായമായിട്ട് അവർ ചോദിച്ചതാണ്. അവർ ചോദിച്ചതിനേക്കാൾ യുക്തിപരമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. അതിനുള്ള മറുപടിയാണിത്. അത് പണ്ടേ പതിവാണെന്നാണ്. എന്താ പതിവ്? ഓരോ ഭാഷക്കാർക്കും അവരവരുടെ ഭാഷയിൽ റസൂലുകളെ അയക്കുക, എന്നിട്ട് അവരവരുടെ ഭാഷയിൽ വെളിപാട് കൊടുത്തയക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പതിവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ അറബിയിൽ ഖുർആൻ കൊണ്ടുവന്നു എന്നാണ് മക്കക്കാരോട് ഈ ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഈ ഖുർആൻ മുഹമ്മദ് നബിക്ക് ശേഷം
ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ലോകത്തെ എല്ലാ ഭാഷക്കാരുമായിട്ടുള്ള ആൾക്കാർ ഈ ഖുർആൻ അനുസരിച്ച് വേണം ജീവിക്കാൻ എന്ന കോമഡിയും ഇതേ പുസ്തകത്തിൽ തന്നെ പറയുന്നു. ആ രീതിയിലാണ് ഈ മതം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പറയുന്നതിലെ വൈരുദ്ധ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാ ഭാഷക്കാർക്കും അവരുടെ ഭാഷയിൽ ഒരു റസൂലിനെ അയക്കുക എന്നുള്ളതാണ് അള്ളാൻ്റെ പതിവ് എങ്കിൽ ആ യുക്തി അനുസരിച്ച് നമുക്ക് ഈ കിതാബ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നമുക്ക് ഈ അറബിയിലുള്ള കിതാബല്ലല്ലോ അങ്ങനെയാണെങ്കിൽ വേണ്ടത്. നമുക്ക് നല്ല ലോകത്താർക്കും ഈ കിതാബല്ലല്ലോ വേണ്ടത്. അറബി ഭാഷ അറിയുന്ന അറബികളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ആ അറേബ്യയിലെ പ്രത്യേക ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇതിൽ പറയുന്ന കഥകളും ഉപമകളും ഒക്കെ കേട്ടാൽ മനസ്സിലാവുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഈ കിതാബ് കൊടുത്തയച്ചിട്ടുള്ളത് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ ഒരു കിതാബ് ആ ഭൂമിശാസ്ത്രവുമായിട്ടോ ആ ഭാഷയുമായിട്ടോ ആ സംസ്കാരവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ലോകാവസാനം വരേക്കുള്ള കിതാബാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലോജിക്കലായിട്ട് ശരിയാവുക? ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളായ നമ്മളെ തന്നെ എടുത്തോളൂ. ഇതിൽ പറയുന്ന ഉപമകൾ പോലും നമുക്ക് മനസ്സിലാവുന്ന ഉപമകളല്ല. അവിടുത്തെ ഈത്തപ്പനേൻ്റെയും അവിടുത്തെ ഒട്ടകത്തിൻ്റെയും അവിടുത്തെ മരുഭൂമിയിലെയും കഥകളാണ് ഇതിൽ പറയുന്നത്. നമ്മളെ ചക്കയും മാങ്ങയും നമ്മളെ നാട്ടിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. എന്ന് മാത്രമല്ല ഈ ഭാഷ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല. അപ്പോൾ ഭാഷാപരമായിട്ടും ആശയപരമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു സാധനം നമ്മൾ വിഴുങ്ങിയില്ലെങ്കിൽ അറബികൾക്ക് കിട്ടുന്നത് പോലുള്ള ശിക്ഷ നമുക്കും കിട്ടുമെന്ന് പറയുന്നതിൽ തന്നെ എന്ത് ന്യായമുള്ളത്? ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ എല്ലാ ഭാഷക്കാർക്കും അവരവരുടെ ഭാഷയിൽ റസൂലുകൾ വന്നിട്ടുണ്ട് എന്നത് ഇനി മുമ്പത്തെ കഥ പറയുകയാണെങ്കിൽ പോലും അങ്ങനെ വന്ന ഒരു റസൂലിൻ്റെയോ അങ്ങനെ കൊടുത്തയച്ച ഒരു കിതാബിൻ്റെയോ ഒരു ഫോസിലെങ്കിലും നമ്മളെ നാട്ടിൽ കണ്ടു കിട്ടണം. നമ്മൾ കേരളത്തിൽ മലയാളത്തിൽ വന്ന ഒരു റസൂലും മലയാളത്തിൽ വന്ന ഒരു കിതാബും നമ്മൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ വന്ന തമിഴ് കിതാബും തമിഴ് റസൂലും നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടെയും മനുഷ്യരെ ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകാൻ എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്, എത്രയോ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, എത്രയോ ആശയങ്ങൾ വന്നിട്ടുണ്ട്, എത്രയോ കഥകൾ വന്നിട്ടുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരാരും ഈ മുഹമ്മദ് പറഞ്ഞ പാറ്റേണിലുള്ള ഒരു കഥയുമായിട്ട് ഇവിടെ വന്നിട്ടില്ല. മുഹമ്മദ് പറഞ്ഞതുപോലെയുള്ള ഒരു അള്ളാഹു എന്ന പടച്ചവനെക്കുറിച്ചും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്നതിന് എന്താ അർത്ഥമുള്ള? മുഹമ്മദിൻ്റെ മുമ്പ് ലോകത്തെ എല്ലാ ഭാഷക്കാർക്കും റസൂല് വന്നിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വന്ന റസൂലെവിടെ, തമിഴിൽ വന്ന റസൂലെവിടെ, കർണാടകയിൽ വന്ന റസൂലെവിടെ, ഹിന്ദിയിൽ വന്ന റസൂലെവിടെ, ഇവരൊക്കെ കൊണ്ടുവന്ന കിതാബെവിടെ, ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന പടച്ചവൻ്റെ പേരുള്ള ഒരു കടലാസും കഷ്ണമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞത് ചരിത്രപരമായിട്ട് എങ്ങനെയാണ് ശരിയാവുക? ഇനി ലോജിക്കലായിട്ട് ഇതെങ്ങനെയാണ് ശരിയാവുക? അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന് ശേഷം മുഹമ്മദ് കൊണ്ടുവന്ന കിതാബ് ലോകത്തെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ നാട്ടിലേക്കും പറ്റിയ ഉപമകളും മറ്റും മാറ്റി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ ഭാഷയിലും വേറെ കിതാബും കൊണ്ട് വേറെ റസൂലുമാർ അതേ സമയത്ത് ഇറങ്ങണ്ടേ? അതല്ലെങ്കിൽ അതിന് ശേഷം ഇറങ്ങണ്ടേ? അങ്ങനെ ഇറങ്ങാനും പാടില്ല. ഇത് മുഹമ്മദ് നബിയോട് കൂടി അവസാനിച്ചു. ഇത് ഒടുക്കത്തെ കിതാബാണ്. ഇതിനു മുമ്പ് വന്ന കിതാബുകൾ മുഴുവൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇനി ആ കിതാബിലേക്കൊന്നും ആരും പോകാൻ പാടില്ല. ഈ കിതാബ് അനുസരിച്ച് ലോകത്തെല്ലാവരും ജീവിക്കണം. എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു അർത്ഥം? എന്തെങ്കിലും ഒരു സാമാന്യമായ യുക്തി ഈ പറയുന്നതിലുണ്ടോ? അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയിൽ ഒരു കിതാബ് ഇറക്കിയിട്ട് നമ്മൾ ആ ഭാഷ പഠിച്ചിട്ട് വേണം നമ്മൾ ദൈവത്തിൻ്റെ ആജ്ഞകളനുസരിച്ച് ജീവിക്കാൻ എന്ന് പറയുന്നത് നമ്മളോട് ചെയ്യുന്ന അനീതിയല്ലേ? അപ്പോൾ ആ ഭാഷയിൽ ജനിച്ച ആൾക്കാർക്കും ആ ഭാഷയിൽ ജനിക്കാത്ത ആൾക്കാർക്കും ഈ പുസ്തകം ഒരുപോലെയല്ലല്ലോ ഉപകാരപ്പെടുക. നമുക്കിത് ആദ്യം ഭാഷ പോയി പഠിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഭാഷയുടെ തർജ്ജമയെ അവലംബിക്കണം. അങ്ങനെ തർജ്ജമയെ അവലംബിച്ച് വേണം ഇനി ലോകത്തുള്ള എല്ലാവരും ഈ മതം അംഗീകരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാർ എഴുതി വെച്ച കാര്യം ഞാൻ വായിക്കാം. റസൂൽ സർവ്വ മനുഷ്യർക്കുമായി നിയുക്തരായവരാണെങ്കിൽ ഖുർആൻ അറബി ഭാഷയിൽ മാത്രം അവതരിച്ചത് എന്തുകൊണ്ട്? മറ്റു ഭാഷകളിലും അവതരിക്കേണ്ടതല്ലേ എന്ന സംശയത്തിന് പണ്ഡിത ലോകം പറഞ്ഞ മറുപടിയുടെ ചുരുക്കം ഇതാണ്: നബിയുടെ സ്വന്തം ജനത അറബികളാണ്, മറ്റുള്ളവർ അവിടുത്തെ സമുദായമാകുന്നു. അതുകൊണ്ട് സ്വന്തം ജനതയായ അറബികളുടെ ഭാഷയിൽ സന്ദേശം ലഭിച്ചു. അവരത് തർജ്ജമ ചെയ്ത് മറ്റു ഭാഷക്കാർക്ക് എത്തിച്ചു കൊടുക്കുക വഴി എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സന്ദേശം എത്തുന്നു
എല്ലാ ഭാഷക്കാർക്കും വെവ്വേറെ സന്ദേശം ലഭിക്കുകയാണെങ്കിൽ അതിനാലുണ്ടാകുന്ന കുഴപ്പങ്ങളും ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നൈസാബൂരി, ബൈദാവി, കാസിൻ, നസഫി, ബഗ്വി, സമക്ഷരി തുടങ്ങിയ അനേകം ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇത് പ്രതിപാദിച്ചിരിക്കുന്നു. ഇമാം നസഫി മദാരിക്കിൽ ഉദ്ധരിച്ച ഒരു വാചകം മാത്രം ഇവിടെ രേഖപ്പെടുത്താം. അതിനാൽ എല്ലാ ഭാഷയിലും ഖുർആൻ അവതരിക്കേണ്ട ആവശ്യമില്ല, കാരണം തർജ്ജമ അതിന് പകരം നിൽക്കുന്നതാണ്. തർജ്ജമ കൊണ്ട് വേണം ബാക്കിയുള്ളവരൊക്കെ ഖുർആൻ പഠിക്കാൻ എന്ന് ഖുർആനിനെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. എന്നാൽ നമ്മൾ ഈ തർജ്ജമ വായിച്ചിട്ട് ഖുർആനെ വിമർശിക്കുമ്പോൾ നമ്മുടെ വിമർശകരെന്താ പറയാറുള്ളത്? തർജ്ജമ വായിച്ചിട്ട് ഖുർആൻ പഠിക്കാൻ പറ്റില്ല, തർജ്ജമ വായിച്ചിട്ട് ഖുർആനെ വിമർശിക്കാൻ പറ്റില്ല, അത് അറബി ഭാഷ പഠിച്ചിട്ട് വേണം, പഠിച്ചാലും പോരാ നമ്മൾ അറബിയിൽ ജനിക്കണം എന്നെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ തർജ്ജമ കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് ഈ ഖുർആനിൽ തന്നെ പറയുന്നുവെങ്കിൽ നമുക്ക് തർജ്ജമ കിട്ടണ്ടേ? തർജ്ജമ കിട്ടിയതിൻ്റെ കോലം എന്താണ്? ഇപ്പോൾ എൻ്റെ മുമ്പിൽ 3 തർജ്ജമയുണ്ട്, 3 തർജ്ജമക്കാരും പറയുന്നത് 3 കോലത്തിലാണ്. ആ തർജ്ജമയ്ക്കൊപ്പം അവർ കൊടുത്തുള്ള വ്യാഖ്യാനങ്ങളും വ്യത്യസ്തമാണ്. ലോകത്ത് ഇത് തർജ്ജമിക്കാനും വ്യാഖ്യാനിക്കാനും പോയവർ മുഴുവൻ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തമ്മിലടിക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ലോകത്തെ എല്ലാ ഭാഷക്കാർക്കും വേറെ വേറെ കിതാബ് കൊടുത്തയച്ചാൽ ഭയങ്കര കുഴപ്പമുണ്ടാവുമെന്നാണ്. കൊടുത്തയക്കാത്തത് കൊണ്ടാണ് കുഴപ്പമുണ്ടായത്. എല്ലാ ഭാഷക്കാർക്കും അവരവരുടെ ഭാഷയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരേ കാര്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തയക്കാൻ ഈ സർവ്വശക്തനായ പടച്ചോന് കഴിയില്ലേ? അപ്പോൾ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഒരു സർവ്വശക്തനായ പടച്ചോൻ്റെ നിസ്സഹായതയും കഴിവുകേടും വിവരിച്ചു തരാണ് നമുക്ക്. സർവ്വശക്തനായ പടച്ചോൻ്റെ കഴിവുകേടല്ലേ ഇവർ ഈ പറയുന്നത്? പല ഭാഷകളിൽ കൊടുത്തയച്ചാൽ കുഴപ്പമുണ്ടാവും, അതുകൊണ്ട് ഒരു ഭാഷയിൽ കൊടുത്തയച്ചിട്ട് തർജ്ജമ കൊണ്ട് പഠിക്കണമെന്ന്. പല ഭാഷയിലേക്ക് തർജ്ജമ ചെയ്താലുണ്ടാകുന്ന അത്ര കുഴപ്പം പല ഭാഷയിൽ വേറെ വേറെ ബുക്ക് കൊടുത്തയച്ചാൽ ഉണ്ടാവുമോ? അതെങ്ങനെയത്? ഈ പഠിച്ചവനെന്താ ഒരേ കാര്യം എല്ലാ ഭാഷയിലും പല പുസ്തകങ്ങളിലായിട്ട് പറയാൻ കഴിയില്ലേ? അങ്ങനെ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു തരാൻ കഴിയില്ലേ? ഇപ്പം നമ്മൾ തർജ്ജമയിലൂടെ മനസ്സിലാക്കുന്ന കാര്യം നമുക്കൊരു അറബി കിതാബ് അല്ലെങ്കിൽ പകരം ഒരു മലയാളം കിതാബ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ തർജ്ജമ എന്താണെന്ന് മനസ്സിലായിക്കൂടെ? പഠിച്ചവൻ എന്താണ് മലയാളത്തിൽ പഠിച്ചവന് മലയാളം തിരിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? പഠിച്ചവൻ എല്ലാ ഭാഷയും തിരിയണ്ടേ? അതല്ലെങ്കിൽ പിന്നെ പഠിച്ചവൻ ആദ്യം മുതലേ എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഭാഷ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അതുണ്ടാക്കിയിട്ടില്ല. ഭാഷകൾ ഉണ്ടാക്കിയത് മനുഷ്യരാണ്. ഉണ്ടാക്കിയ ഭാഷകൾ വിവിധങ്ങളാവാൻ കാരണം, വ്യത്യസ്തങ്ങളാവാൻ കാരണം മനുഷ്യർ വിവിധ സമൂഹങ്ങളായി ലോകത്ത് ഒറ്റപ്പെട്ട് ജീവിച്ചു വന്നതുകൊണ്ടാണ്. പല ഗോത്രങ്ങളായി പല സ്ഥലങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചു വരികയും ആ ഗോത്രങ്ങൾക്കകത്തുള്ള ആ കൂട്ടങ്ങൾക്കകത്തുള്ള മനുഷ്യർ തമ്മിൽ ആശയവിനിമയം നടത്താൻ ആവശ്യമാവുകയും ചെയ്തപ്പോഴാണ് ഭാഷകൾ ഉണ്ടായത്. ആ ഭാഷകൾ വ്യത്യസ്തമാവാൻ കാരണം കൂട്ടങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. മനുഷ്യർക്ക് യൂണിവേഴ്സലായിട്ടൊരു ഭാഷ ഉണ്ടാക്കാനും ഭാഷയിലൂടെ ആശയവിനിമയം ചെയ്യാനുമുള്ള ഒരു ഗ്രാമർ ഉണ്ടെങ്കിൽ പോലും ആ ഗ്രാമർ അനുസരിച്ച് മനുഷ്യർ ഉണ്ടാക്കിയ ഭാഷകൾ വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട് ആ ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ എൻ്റെ ഭാഷ അറിയുന്ന മലയാളികൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതുപോലെ മറ്റോരോ ഭാഷക്കാരും അവരുടെ ഭാഷയിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കാനുള്ള കഴിവ് ആ ഭാഷക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭാഷ പഠിക്കണം. അങ്ങനെ വ്യത്യസ്തമായ ഭാഷ ഉണ്ടാവാൻ കാരണം മനുഷ്യരുണ്ടാക്കി എന്നതുകൊണ്ടാണ്. ദൈവമാണ് ഭാഷ ഉണ്ടാക്കിയതെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ മാത്രമേ ലോകത്തുണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ദൈവം ഇങ്ങനെ കിതാബ് കൊടുത്തയക്കണം, റസൂലുമാരെ അയക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് മനുഷ്യരുണ്ടാക്കി വിട്ടിട്ടുള്ളതെങ്കിൽ ദൈവം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ലോകത്തെല്ലാ മനുഷ്യർക്കും ഒരു ഭാഷ മാത്രം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അത് ചെയ്യാതെ പല ഭാഷകളിൽ കിതാബ് കൊടുത്തയക്കുക എന്ന രീതി അവലംബിക്കുകയും എന്നിട്ട് ഈ ഒടുക്കത്തെ കിതാബിന് അത് പറ്റൂല, അങ്ങനെ കൊടുത്തയച്ചാൽ ആകെ കുഴപ്പമാകും എന്ന് പറയുകയും ചെയ്താൽ എന്താ അതിനൊക്കെ ലോജിക്ക്? എന്താണ് അതിൻ്റെയൊക്കെ ഒരു അർത്ഥം? ഇനി വായിക്കാം. വിശുദ്ധ ഖുർആൻ തർജ്ജമ ചെയ്യാമെന്ന് ഇവിടെ വെച്ച് നമുക്ക് ഗ്രഹിക്കാം. ഇതാരാ പറയുന്നത്? തർജ്ജമ ചെയ്യുന്നത് ഹറാമാണെന്ന് നൂറ്റാണ്ടുകളോളം പറഞ്ഞു കിടന്ന അതേ ആൾക്കാരാണ് ഈ പറയുന്നത് കേട്ടോ. വിശുദ്ധ ഖുർആൻ തർജ്ജമ ചെയ്യുമെന്ന് ഇവിടെ വെച്ച് നമുക്ക് ഗ്രഹിക്കാം. എന്നാൽ ഇവിടെ തർജ്ജമ കൊണ്ടുള്ള വിവക്ഷ ഇതര ഭാഷകളിലുള്ള തഫ്സീർ എന്നാണ്. തർജ്ജമ എന്ന വാക്കിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ഖുർആനെ തർജ്ജമ ചെയ്യാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ ഈ ഗ്രന്ഥവും മലയാള ഭാഷയിലുള്ള തഫ്സീറാണ്. തർജ്ജമയുടെ സാങ്കേതിക അർത്ഥം മൗലാന മർഹൂം അഹമ്മദ് കോയശാലിയാത്തി ഹിജ്റ വർഷം 1334 എഴുതിയ ഫത്വായിൽ വിവരിച്ചത് കാണുക. തർജ്ജമ എന്നത് മൂലം ഭാഷയിലെ ഓരോ വാക്കിൻ്റെ സ്ഥാനത്തും
അതിൻ്റെ എല്ലാ സാരാർത്ഥങ്ങളും ഉദ്ദേശ്യങ്ങളും ഉൾക്കൊള്ളുന്ന വിവർത്തന ഭാഷയിലെ വാക്കുകൾ പകരം കൊണ്ടുവരിക എന്നതാണ്. ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിന് പോലും ഇത്തരം തർജ്ജമ ആർക്കും സാധ്യമല്ല. എന്താ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഖുർആനിൽ അറബി ഭാഷയിൽ എഴുതി വച്ചിട്ടുള്ള ഒരു വാചകത്തിന് പോലും ആ ആശയം പൂർണ്ണമായി ദ്യോതിപ്പിക്കുന്ന തർജ്ജമ മറ്റൊരു ഭാഷയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് മൊയ്ലിയാർ തന്നെ പറയുന്നത്. എന്നാൽ ഈ ഖുർആൻ വാക്യം അനുസരിച്ച് ഖുർആന് ശേഷം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജീവിക്കേണ്ടത് ഈ ഖുർആൻ വായിച്ചിട്ടാണ് താനും. അപ്പോൾ ആ ഖുർആൻ അറിയാത്ത, അറബി ഭാഷ അറിയാത്ത ആളുകൾക്ക് ഈ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ എന്തിനാണ് അവലംബിക്കേണ്ടത്? തർജ്ജമയെ അവലംബിക്കേണ്ടതാണ്. എന്നാൽ തർജ്ജമ കൊണ്ട് ആശയം പൂർണ്ണമായി എത്തിക്കുക അസാധ്യമാണ് എന്നും ഈ മൗലിയാർ തന്നെ പറയുന്നു. പറഞ്ഞത് മുഴുവൻ പരസ്പര വിരുദ്ധം, പറഞ്ഞത് മുഴുവൻ ലോജിക്കൽ ബ്ലണ്ടേഴ്സ്. എന്നിട്ട് മൗലിയാർ അതിന് പറയുന്ന ന്യായം എന്താണ്? തർജ്ജമയല്ല വേണ്ടത്, വ്യാഖ്യാനമാണ് വേണ്ടത്. പല ഭാഷകളിൽ ഇറക്കിയാൽ കുഴപ്പങ്ങളുണ്ടാവുന്നത് കൊണ്ടാണ് ഒരു ഭാഷയിൽ ഇറക്കി നിർത്തിയത് എന്ന് പറഞ്ഞ അതേ ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഈ പറയുന്നത്. തർജ്ജമ കൊണ്ട് ആശയങ്ങൾ ആർക്കും മനസ്സിലാവില്ല, അതുകൊണ്ട് വ്യാഖ്യാനങ്ങളാണ് വേണ്ടത്. വ്യാഖ്യാനിച്ചപ്പോൾ ഉണ്ടായ കുഴപ്പം എന്താണ്? വ്യാഖ്യാനിച്ചപ്പോൾ ഓരോരുത്തർക്കും തോന്നിയത്, ഓരോരുത്തരും വായി തോന്നിയ വ്യാഖ്യാനങ്ങൾ എഴുതിണ്ടാക്കി. വ്യാഖ്യാനിക്കൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഇല്ല. ഇപ്പോഴും പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ തന്നെ അയാളുടെ ജീവിതകാലത്ത് 5-6 തവണ വ്യാഖ്യാനം മാറ്റി എഴുതുന്നതാണ് നമ്മൾ കണ്ടത്, ഇല്ലേ? എം അക്ബർ മുതുകിൽ നിന്നാണ് ശുക്ലം വരുന്നത് എന്നതിന് 5-6 തവണയാണ് വ്യാഖ്യാനം മാറ്റിയത്. ഈ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ഭാഷയിൽ വ്യാഖ്യാനം പറയുന്നവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഖുർആൻ പല ഭാഷയിൽ പല കിതാബുകളായിട്ട് ഇറക്കാതിരുന്നത് കുഴപ്പമുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറക്കിയ കിതാബ് പരിഭാഷപ്പെടുത്തുമ്പോൾ കുഴപ്പമുണ്ടാവും എന്നതുകൊണ്ട് വ്യാഖ്യാനിച്ചാൽ മതി. വ്യാഖ്യാനിച്ചപ്പോഴോ കുഴപ്പങ്ങൾ കൊണ്ട് നേരെ നിൽക്കാൻ പറ്റില്ല, ആ ജാതി കുഴപ്പം. എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വ്യാഖ്യാനങ്ങൾ, നമ്മൾക്ക് കിട്ടാവുന്ന വ്യാഖ്യാനങ്ങൾ മുഴുവൻ നമ്മൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഖുർആനിൽ ഏതെങ്കിലും ഒരു വാക്യം എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ലോകത്ത് ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഓരോരുത്തരും വായി തോന്നിയത് വ്യാഖ്യാനിക്കുക, ആ വ്യാഖ്യാനത്തെ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുക, വേറൊരാൾ വേറൊരു വ്യാഖ്യാനം കൊടുക്കുക, അതിനെ കുറേ ആൾക്കാർ ഫോളോ ചെയ്യുക. അതാണ് ശരിയെന്നാണ് ഇവിടുത്തെ പല പണ്ഡിതന്മാരും പറയുന്നത്. പല സുന്നി പണ്ഡിതന്മാരും പറയുന്നത് ഖുർആൻ നമ്മൾ വായിക്കാനേ പാടില്ല, അത് ഓതിയാൽ മതി എന്നാണ്. ഖുർആൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കാനേ പാടില്ല, ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പാടില്ല, ഖുർആൻ്റെ തർജ്ജമയും നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പാടില്ല. പകരം ഇത് ഒരു പണ്ഡിതൻ അങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് അയാൾ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അയാളെ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് അയാൾ എന്ത് പറയുന്നു അത് ചെയ്താൽ മതി എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ. അങ്ങനെയാണ് പല തരീക്കത്തുകളും പല മദ്ഹബുകളും പല അമീർമാരും ഉണ്ടാവുന്നത്. എന്നിട്ട് ഒരു അമീർ അല്ലെങ്കിൽ ഒരു തരീക്കത്ത് അമീർ ഖുർആൻ വായിച്ചിട്ട് അയാൾക്ക് മനസ്സിലായത് അയാൾ അനുയായികളോട് പറയുക, അനുയായികൾ അയാളെ മാത്രം ഫോളോ ചെയ്യുക, അയാൾ കിതാബ്, അവരാരും ഈ കിതാബ് മറിച്ച് വെക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇയാൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് ഇവർ അംഗീകരിച്ച് അതനുസരിച്ച് ഇവർ ജീവിക്കാം. അത് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ പരലോകത്ത് ചെല്ലുമ്പോൾ ഇയാൾക്ക് കിട്ടും, അത് അനുകരിച്ച അയാളെ ഫോളോ ചെയ്തവർക്ക് കിട്ടൂല എന്ന് പറയുന്നവരുണ്ട്. അതല്ല ഫോളോ ചെയ്തവർക്കും കിട്ടുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ അയാൾക്ക് വായി തോന്നിയതുമായി വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അനുകരിക്കാനാണെങ്കിൽ പടച്ചോൻ എന്തിനാണ് ഇങ്ങനെ ഒരു കിതാബ് കൊടുത്തയച്ചത്? ഇത് ഭാഷാന്തരം ചെയ്താലുള്ള പ്രശ്നം മാത്രമല്ല, അറബി ഭാഷയിൽ തന്നെ ഇതാണ് പ്രശ്നം. അറബി ഭാഷയിൽ ഇത് വായിച്ചിട്ട് 10 ആൾ വായിച്ചാൽ 15 കോലത്തിലാണ് മനസ്സിലാവുന്നത്, 15 കോലത്തിലാണ് അറബിയിൽ തന്നെ ഇതിന് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണോ ഒരു പടച്ചോൻ മനുഷ്യർ ജീവിക്കാൻ കാറ്റലോഗ് കൊടുത്തയക്കുക? അപ്പോൾ ഈ പടച്ചോന് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പടച്ചോൻ്റെ കുഴപ്പമാണെന്ന് വിശ്വസിക്കണോ അതോ ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ മനുഷ്യൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കണോ? ഇതാണ് എൻ്റെ ചോദ്യം. ഇവിടെ മുഹമ്മദിന് മക്കയിലെ അറബികളെ തൻ്റെ നേതൃത്വത്തിന് കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിക്കാൻ വേണ്ടി മുഹമ്മദ് കുറേ കെട്ടുകഥകളുമായിട്ട് വന്നു. ആ കഥകൾ അവർ സ്വീകരിക്കാതെ വന്നപ്പോൾ അവരതിനെ ചോദ്യം ചെയ്തപ്പോൾ അവർ തെളിവ് ചോദിച്ചപ്പോൾ മുഹമ്മദ് അവരുടെ മുമ്പിൽ ബബബ അടിച്ചുകൊണ്ട് പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു പോയി. ആ പിച്ചും പേയും ഒക്കെ മുഹമ്മദിൻ്റെ കാലശേഷം മറ്റുള്ളവർ തട്ടിക്കൂട്ടി എഴുതിണ്ടാക്കി ഒരു പുസ്തകമാക്കി വെച്ചു. അതിൽ നിന്ന് കിട്ടിയത് മാത്രം, ബാക്കിയുള്ളത് കുറേ പോവുകയും ചെയ്തു.
ആ പുസ്തകമാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി പരലോകത്തു നിന്ന് അല്ലെങ്കിൽ ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് കെട്ടിയിറക്കി ദൈവം കൊടുത്തയച്ചത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവം എന്ന കഥാപാത്രത്തെ തന്നെ വിഡ്ഢിയാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. 5-ാമത്തെ വാക്യം, സത്യമായും മൂസാ നബിയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടുകൂടി നാം അയച്ചു. ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് താങ്കളുടെ ജനതയെ നയിക്കുകയും അള്ളാഹുവിൻ്റെ ആ ദിവസങ്ങളെപ്പറ്റി അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. നിശ്ചയമായും അങ്ങേയറ്റം ക്ഷമ കൈക്കൊള്ളുകയും കൂടുതൽ നന്ദി കാണിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇവിടെ മൂസക്കഥ പറഞ്ഞുകൊണ്ട് മക്കക്കാരെ ചൊറിയാണ്. നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഈ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ട് കുത്തുവാക്ക് പറയുന്നത് പോലെ കുത്തി പറയുന്നത് പോലെ പറയുകയാണ് ഇനി ഖുർആനിൽ ചെയ്യുന്നത്. കാരണം മുഹമ്മദിന് നേരിട്ട് പറഞ്ഞിട്ട് ഫലമില്ല എന്ന് ബോധ്യമായി. ഇവിടെ ഈ പറഞ്ഞതിലെ വൈരുദ്ധ്യം നിങ്ങൾ നോക്കൂ. മൂസായ്ക്ക് ദൃഷ്ടാന്തങ്ങളും കൊണ്ട് പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്. ഈ ബഡായി അവിടെ പറഞ്ഞതുകൊണ്ടാണ് മുഹമ്മദിനോട് തത്തുല്യമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുപോവാ എന്നവരാവശ്യപ്പെട്ടത്. അപ്പം മുഹമ്മദിന് ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാൻ പറ്റിയില്ല. മുഹമ്മദിൻ്റെ കയ്യിൽ ഒരു ദൃഷ്ടാന്തവും ഇല്ല. ആവശ്യപ്പെട്ടിട്ടും മുഹമ്മദിന് ഒരു ദൃഷ്ടാന്തവും കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവരതിന് കളിയാക്കിയപ്പോൾ പിന്നെയും മൂസാൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഈ മൂസായുടെ ദൃഷ്ടാന്തം പറഞ്ഞതുകൊണ്ടാണ് മുഹമ്മദ് അവിടെ പരിഹാസ്യനായത്. മൂസ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അവിടെ രംഗത്ത് വരുന്നത്. അതുപോലെ പൂർവികരായിട്ടുള്ള പ്രവാചകന്മാരൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ആ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് തൻ്റെ പ്രവാചകത്വം ഒന്ന് തെളിയിക്കുക എന്നവരാവശ്യപ്പെട്ടത്. എന്നിട്ട് അവരുടെ മുമ്പിൽ പരാജയപ്പെടുകയും നാണം കെടുകയും ചെയ്തിട്ട് പിന്നെ അവരോട് പോയിട്ട് മൂസാൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞു വരികയാണ്. മൂസായ്ക്ക് ദൃഷ്ടാന്തം കൊടുത്തിട്ട് മുഹമ്മദിന് ഈ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തതിൻ്റെ പഴംപുരാണം പറയുക എന്നതിനപ്പുറത്ത് വേറൊരു ദൃഷ്ടാന്തം മുഹമ്മദിൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതൊക്കെ വീണ്ടും അവരുടെ മുമ്പിൽ പരിഹാസ്യനാവാനല്ലേ ഉപകരിക്കുകയുള്ളൂ. പരിഹാസ്യനായാലും വേണ്ടില്ല, അവരെ 4 ചൊറിച്ചിൽ ചൊറിഞ്ഞിട്ടെങ്കിലും പോവുക എന്നുള്ള അവസാനത്തെ ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അവരെ കുത്തുവാക്ക് പറഞ്ഞിട്ട് അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണിത്. ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് താങ്കളുടെ ജനതയെ നയിക്കുകയും അള്ളാഹുവിൻ്റെ ദിവസങ്ങളെപ്പറ്റി അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അറബി ഭാഷ പഠിച്ച അറബികളായിട്ടുള്ള വ്യാഖ്യാതാക്കൾ ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് തർജ്ജമക്കാരൻ നമ്മുടെ മുഫസ്സിർ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാക്യത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്താണ് എന്ന് പോലും കൃത്യമായിട്ട് ആ ഭാഷക്കാർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ ഇതിൻ്റെ തർജ്ജമ വായിച്ചിട്ട് മറ്റുള്ള ഭാഷക്കാരെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? ഞാൻ വായിക്കാം ഇവിടെ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ. വളരെയേറെ ശ്രദ്ധേയമായ കാര്യമാണ് മൂസാ നബിയുടെ നിയോഗ ലക്ഷ്യമായി പറയുന്നത്. സ്വജനത വിവിധമായ അന്ധകാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത്തരം മുഴുവൻ അന്ധകാരങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക. ഈ ലക്ഷ്യത്തോടെ ഒരു പരിഷ്കർത്താവോ പ്രവാചകനോ നിയുക്തനാകുന്നതിൽ ആഹ്ലാദിക്കാത്ത വല്ല ജനസമൂഹങ്ങളും ഉണ്ടാകുമോ? അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ അയ്യാമുള്ള എന്നു വെച്ചാൽ അവൻ ഇസ്രായേല്യർക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എന്നാണ് ഒരർത്ഥം. പൂർവ്വ സമൂഹങ്ങളെ ശിക്ഷിച്ച സംഭവങ്ങൾ എന്ന് വിവക്ഷിച്ചവരും ഉണ്ട്. ഇത് മാത്രമല്ല, വേറെയും അർത്ഥങ്ങൾ കൊടുത്ത ആൾക്കാരുണ്ട്. പല തഫ്സീറുകൾ വായിച്ചാൽ പല അർത്ഥങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളതെന്ന് അതിൽ പറയുന്നുണ്ട്. ഇതിൽ 2 എണ്ണമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ഓരോ വാക്യങ്ങളുടെയും അർത്ഥവും വ്യാഖ്യാനവും വരുന്നത്. എന്നിട്ട് ആ പുസ്തകമാണ് മറ്റു ഭാഷക്കാരോട് ഭാഷ പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറയുന്നത്, തർജ്ജമയിലൂടെ മനസ്സിലാക്കാൻ പറയുന്നത്. തർജ്ജമയിലൂടെ മനസ്സിലാക്കാൻ പോയിട്ട് തർജ്ജമ ചെയ്യാൻ തന്നെ പറ്റൂല എന്ന് മൊലിയരിവിടെ പറയുന്നുണ്ട്. എന്നിട്ട് മൊലിയർ പറയുന്ന പരിഹാരം അതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർ വയലു പറയുമ്പോൾ അത് കേട്ടാൽ മതി എന്നാണ്. അങ്ങനെ 10 മൗലിയർ വയലു പറയുന്നത് കേട്ടാൽ 10 മൗലിയന്മാർ ഒരായത്തിനെക്കുറിച്ച് വയലു പറയുന്നത് 10 കോലത്തിലാണ്. അതിൽ ഏതാണോ നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇങ്ങനെയൊക്കെയാണോ പഠിച്ചോൻ പുസ്തകം കൊടുത്തേക്കേണ്ടത്? 6-ാമത്തെ വാക്യം, മൂസാ നബി തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. ഫിർഔൻ കുടുംബത്തിൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിച്ചപ്പോൾ അവൻ ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർത്തു നോക്കുക. അവർ നിങ്ങളെ കഠിന ശിക്ഷ അനുഭവിപ്പിച്ചും നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തും സ്ത്രീ സന്താനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കടുത്ത പരീക്ഷണമായിരുന്നു അതിലുണ്ടായിരുന്നത്.
ഇത് മൂസക്കഥയാണ്. ഈ മൂസക്കഥയിലും ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന കാര്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് മുഫസ്സിറുകൾക്കുള്ളത് എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. 7. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതും നന്ദി കേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ അതികഠിനം തന്നെയായിരിക്കുന്നതുമാണ് എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം. അപ്പോൾ ദൈവം നന്ദി കാണിച്ചാൽ നമുക്ക് ഉരുട്ടിത്തരുമെന്നും നന്ദി കാണിച്ചില്ലെങ്കിൽ നമ്മളെ പീഡിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് നന്ദി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ദൈവം അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഒരു നന്ദിക്കൊതിയനായിട്ടുള്ള ഒരു അല്പനായിട്ട് ദൈവത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഈ നന്ദി സ്വയം ചോദിച്ചു വാങ്ങുന്നത് അല്പത്തരമാണ് എന്ന് ഇത് പറയുന്ന ആൾക്ക് തോന്നിയപ്പോൾ ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന കോമഡിയും ഇതിൽ തന്നെ നമ്മൾ പിന്നെ കാണുന്നുമുണ്ട്. ദൈവത്തിന് ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് കിട്ടിയാൽ ദൈവം ഭയങ്കരമായിട്ട് പ്രതിഫലം കൊടുക്കുകയും കിട്ടിയില്ലെങ്കിൽ ദൈവം കാലാകാലം തീരിട്ട് കരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും എന്തിനാണ്? ദൈവത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യം ഭീഷണിപ്പെടുത്തി ദൈവം വാങ്ങാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അത് മനസ്സിലാവുന്നില്ല. അടുത്ത വാക്യം നോക്കൂ. മൂസാ നബി പറഞ്ഞു, നിങ്ങളും ഭൂലോകത്തുള്ള എല്ലാവരും നന്ദികേട് കാണിച്ചാൽ തന്നെ അള്ളാഹു നിശ്ചയമായും പരാശ്രയരഹിതനും സ്തുത്യർഹനുമാണ്. അപ്പോൾ നിങ്ങൾ നന്ദികേട് കാണിച്ചാലും അള്ളാഹ്ക്ക് ഒന്നും വരാനില്ല, നിങ്ങൾ നന്ദി കാണിക്കണമെന്ന് അള്ളാഹ്ക്ക് വലിയ ആവശ്യമൊന്നുമില്ല എന്നാണ് ഈ പറഞ്ഞത്. എങ്കിൽ പിന്നെ നന്ദി കാണിച്ചാലേ നിങ്ങൾക്ക് ഞാനത് തരുള്ളൂ, നന്ദി കാണിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുക? ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ദൈവത്തിനെങ്കിൽ ദൈവം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബാർഗെയിനിങ് നടത്തിയിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പ്രലോഭനങ്ങളുമായിട്ടും പിന്നാലെ പറക്കം പോയേണ്ട കാര്യം എന്താ? എനിക്ക് നിങ്ങളെ യാതൊരു സഹായം ആവശ്യമില്ല, ഞാൻ സ്വയം എല്ലാം പരിപൂർണനാണ് എന്ന് ഞാൻ വീമ്പ് പറഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കൂടാ, തീക്കൊള്ളി കൊണ്ട് കുത്തുവിടാ, കണ്ണ് കുത്തി പൊട്ടിക്കിടാ, എന്നെ സഹായിക്കാൻ വന്നാൽ ഞാൻ നിങ്ങൾക്ക് കള്ള് തരടാ, പെണ്ണ് തരടാ എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായം ആവശ്യമില്ല എന്ന് പറയുന്നതും ആ മറ്റേ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും എങ്ങനെയാണ് പൊരുത്തപ്പെടുക? എനിക്ക് സഹായം ആവശ്യമില്ല എന്ന് പറയലും സഹായിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്കും, സഹായിച്ചാൽ ഞാൻ ഇങ്ങനെ തരും എന്ന് പറയുന്നതും എങ്ങനെയാണ് പരസ്പരം പൊരുത്തപ്പെടുക? എനിക്ക് സഹായം അത്യാവശ്യമായതുകൊണ്ടല്ലേ ഞാൻ ഈ സഹായം ചോദിക്കുന്നത്. ഈ സഹായം ചോദിച്ച് പിന്നാലെ പരക്കം പായുന്ന ഒരാളെ എനിക്ക് സഹായം ആവശ്യമില്ല എന്ന് വീമ്പ് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ വീമ്പല്ലേ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, എനിക്ക് നന്ദിയൊന്നും ആവശ്യമില്ല, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഞാൻ നിങ്ങൾ അങ്ങനെ ആക്കും, നന്ദികേട് കാണിച്ചില്ല, നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ തരും ഇങ്ങനെ തരും. വൈരുദ്ധ്യങ്ങളല്ലാതെ വേറൊന്നും ഈ സാധനത്തിനകത്ത് വിളമ്പി വെച്ചിട്ടില്ല. ഇനി ഈ നൂഹ് നബീൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് പിന്നെയും പൂർവികരുടെ കെട്ടുകഥ തന്നെ പറയുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ തുടരാം.